നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ചെറിയനാട് നെടുവരങ്കോട് സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് മർദ്ദനത്തിനിരയായത്. വീടിന് സമീപമുള്ള ട്യൂഷൻ സെന്ററിലെ അധ്യാപിക ശൈലജയാണ് പഠിച്ചില്ലെന്ന് പറഞ്ഞ് കുട്ടിയെ മർദ്ദിച്ചത്. നവംബർ 30-നാണ് അധ്യാപിക കുട്ടിയെ മർദ്ദിച്ചത്. തുട മുതൽ കാൽപാദം വരെയുള്ള ഭാഗത്ത് അടികൊണ്ട് ചോര ഒലിച്ച നിലയിലായിരുന്നു. ഞാൻ പത്തോണ്ട് പോയില്ലാന്നു. അപ്പോൾ സേയ പറഞ്ഞൊരു കുറച്ചുണ്ട് വടി കൊട്ടിട്ട് എന്നെ തല്ലിപ്പിത്തി. ഞാൻ കായ് മാറ്റിയിട്ട് ആൻറ്റി പാവാള പൊക്കിയിട്ട് മണ്ട തൊട്ട് താഴെ വരെ തല്ലി. എത്ര അടി മൊത്തം അടിച്ചു കാണും മോളെ? 10. അത് കഴിഞ്ഞ് മോളെ ഡ്രസ് അഴിപ്പിച്ചോ? ഏറ്റവും ലാസ്റ്റ് എന്റെ തൂണ് ആൺകുട്ടികളൊക്കെ ഇല്ലായിരുന്നോ? അധ്യാപികയ്ക്കെതിരെ രക്ഷിതാക്കൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകാതിരിക്കാൻ അധ്യാപികയുടെ ഭർത്താവ് വീട്ടിലെത്തി പണം നൽകി എന്നും രക്ഷിതാക്കൾ പറഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഇതിന് കുഞ്ഞിന് കൊടുക്കുന്നതാണെന്നും കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനാണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, ഞാൻ വാങ്ങിച്ചില്ല, അവളാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ചേച്ചിയും കൂട്ടി പൈസ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ വന്നില്ല, എൻ്റെ ചേച്ചിയും കൊണ്ട് പോയി പൈസ തിരിച്ചും കൊടുത്തു. എൻ്റെ കുഞ്ഞിനെ അടിച്ചു. ഇപ്പം ഞാനാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഈ വിവരം എല്ലാം വെളിയിൽ പോയത്. ഒരാഴ്ച ട്യൂഷൻ നിർത്തി വെച്ചു. 30-ാം തീയതി സംഭവം നടക്കുന്നു സാറേ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ട്യൂഷൻ നിർത്തി വെച്ചു. എന്നിട്ട് 9-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ എല്ലാവരും ട്യൂഷന് പോകുന്നു. പിന്നെ തിങ്കളാഴ്ച ഇവിടെ എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പോയില്ലെന്ന്. അല്ലെങ്കിലും ഞാൻ ഒന്നിനും പോയില്ല, മിണ്ടാതെ ഇവിടെ ഇരിക്കുമായിരുന്നു. കുഞ്ഞിനെ അടിയും കിട്ടിയതിനെക്കാട്ടിൽ വലിയൊരു അപമാനമായി പോയി എനിക്ക് കാശ് തന്നെന്ന് പറഞ്ഞത്. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. മെമ്പറിനെ വിളിച്ച് എൻ്റെ ഫോണിൽ സംസാരിച്ചേ ഞാനല്ല, ഞാൻ കുത്തി കൊടുത്തതേ ഉള്ളൂ. അവിടുത്തെ വീട്ടിലെ ചേട്ടന മെമ്പറിനോട് അന്നേരം ആ മനുഷ്യനെ വന്ന് കണ്ടിട്ട് തേൻ പുരട്ടാൻ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് പോയി. കേസെടുത്ത അന്വേഷണം ആരംഭിച്ച് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്ത് കേസുമായി മുന്നോട്ടു പോകുമെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കി.